السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا، ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട പഠിതാക്കളെ, കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ്. ഗ്രേറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലെ ആദ്യത്തെ ദിവസത്തിലാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം, അതുപോലെ ഏത് രീതിയിലൊക്കെ നമുക്ക് പഠിക്കാമെന്നുള്ളൊരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ എക്സാം എഴുതാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്നുള്ള ഒരു നിയത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റെല്ലാ വിഷയങ്ങളും ഇതുപോലെ തന്നെയുള്ള ഡിസ്കഷൻ ഉണ്ടാകും. ഇന്നിപ്പോൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ സൈക്കോളജി, പെഡഗോജി തുടങ്ങി നഹ്വ്, ബലാഗ തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള സെഷനുകൾ ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. എങ്ങനെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വിജയിക്കാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൂടി നൽകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സാം എഴുതിയ ആളുകളാണ്, നമ്മൾ എഴുതിയതൊക്കെ ഒരു വ്യക്തത വരുത്താൻ, നമ്മുടെ ആൻസറുകൾ എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ സെഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഏതായാലും സെഷനിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമുക്ക് അശ്ശഅർ അൽ അറബി അൽ അസ്റുൽ ജാഹിലി എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഷാഇറുൻ ജാഹിലിയൻ യുഅറഫു ബി മലിക്കുൽ വലീൽ. മലിക്കുൽ വലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സുഹൈർ ബിൻ അബി സൽമ അൽ മുസ്നി, അംർ ബിൻ കുൽസൂം അത്തഗ്ലബി, തർഫത്ത് ബിൻ അബ്ദ്, ഇംറുൽ ഖൈസ്. എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്തിട്ട് നോക്കി, നമുക്ക് നോക്കാം. മലിക്കുൽ വലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ജാഹിലിയ കവി ആര് എന്നാണ് ചോദ്യം. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നന്നാവും. മാഷാ അല്ലാഹ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സുഹൈർ ബിൻ അബി സൽമ അൽ മുസ്നി, അംർ ബിൻ കുൽസൂം അത്തഗ്ലബി, തർഫത്ത് ബിൻ അബ്ദ് അൽ ആമിരി, ഇംറുൽ ഖൈസ്. യെസ്, ആരാണ്? ഇമ്രുൽ ഖൈസ് ആണ് അല്ലെ. ഇമ്രുൽ ഖൈസിന്റെ ലഖബുകളായി പറയുന്നതാണ് ഇത് മലിക്കുൽ വലീൽ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എന്തായിരുന്നു? ഒരു രാജാവിന്റെ മകനായിരുന്നു, പക്ഷെ താന്തോന്നിയായി നടന്നിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ മലിക്കുൽ വലീൽ എന്ന് ഗുലാമുല്ലാഹി എന്ന് പറയുന്നുണ്ട്, മലിക്കുൽ വലീൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം വിശേഷങ്ങൾ ഇമ്രുൽ ഖൈസിനെ കുറിച്ച് പറയാൻ കഴിയും അല്ലെ. അതുപോലെ തന്നെ സപ്തകാവ്യങ്ങൾ, സബഉൽ മുഅല്ലഖയുടെ ഏറ്റവും ഒന്നാമത്തെ വ്യക്തിത്വമായിട്ട്, അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലെ എന്താണ് കവികളുടെ നേതാവാണ് ആര്? ഇംറുൽ ഖൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലഖബിൽ നിന്നാണ്, ഇംറുൽ ഖൈസിന്റെ ലഖബിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഷാഇറുൻ യുഅറഫു ബി സന്നാജത്തുൽ അറബ്. സന്നാജത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാര്? അബുൽ അൽ മഅദി, അൽ അഷ, ഖൈസ്, നാബിഗ അസ്സബിയാനി, ലബീദ് ബിൻ റബീഅ ആമിരി. ഷാഇറുൻ യുഅറഫു ബി സന്നാജത്തുൽ അറബ്, ഇതും ഒരു കവിയുടെ ലഖബാണ് അല്ലെ. സന്നാജത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആര് എന്നാണ് ചോദ്യം. യെസ്, അബുൽ അൽ മഅദി, അൽ അഷ, ഖൈസ്, നാബിഗ അസ്സബിയാനി, ലബീദ് ബിൻ റബീഅ അൽ ആമിരി. നമുക്ക് നോക്കാം ആരാണ്. ആഷ ഖൈസ് ആണ് അല്ലെ. ആഷയാണ് എന്ത് സ്വന്നാജത്തുൽ അറബ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്നാജത്തുൽ അറബ് എന്ന് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് ആരെങ്കിലും ഓർക്കുണ്ടോ?
അതായത് സുന്നജ എന്ന് പറഞ്ഞത് ഒരു മ്യൂസിക് ഉപകരണത്തെ കുറിച്ചാണ് എന്നുള്ളതാണ്. അദ്ദേഹം ധാരാളമായി എന്താണ് ഇത് പാടിയിട്ട് കവിത പാടുന്നു എന്നുള്ളതാണ് അല്ലെ. ആഷ ഇതാ ത്വറബ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇംറുൽ ഖൈസ് ഇതാ റക്കിബ. ഇംറുൽ ഖൈസ് എന്താണ് വാഹനം കയറിയാലാണ് പാട്ട് പാടുക. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നൊരു വാക്കാണ് ആഷ ഇതാ ത്വറബ. ആഷയ്ക്ക് സന്തോഷം വരുമാണ് കവിത പാടുക എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് കൂടിയാണ് എന്തായത് അറബികൾ അദ്ദേഹത്തെ സുന്നാജത്തുൽ അറബ് എന്ന് വിളിച്ചത് എന്നുള്ളതാണ്. സുന്നാജത്തുൽ അറബ് എന്ന് വിളിച്ചത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ജാഹിലിയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ലഖബുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. അവരുടെ ലഖബ് എന്ത്, ഉംറുൽ ഖൈസിന്റെ മലിക്കുൽ വലീൽ ചോദിച്ചു. ആഷയുടെ സന്നാജത്തുൽ അറബ് എന്നുള്ള വിഷയവും എന്തായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മുഖ്ലറമീങ്ങൾ കവികളെ കുറിച്ചാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇഖ്തർ അത്തസ്രീഹ് മിനൽ മജ്മുഅത്തിൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഖുസ് ബിൻ സഈദ അൽ ഇയാദി ആഷ ഫിൽ അസ്ർ അൽ അബ്ബാസി. الحارث بن حلدة شاعر أموي. امرؤ القيس ليس من أصحاب المعلقات. الخنساء من شعراء المخضرمين. ഇതിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. യാ, ഓപ്ഷൻ ഡി ആണ് അല്ലേ. യാ, എന്തുകൊണ്ടാണ് ഡി ആവുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക്. ഖുസ്ബിനു സഈദ അൽ ഇയാദി ആഷഫൽ അസ്ർ അൽ അബ്ബാസി. അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് തെറ്റ്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രഭാഷകനായിരുന്നു ഒരു ഖുസ്ബിനു സഈദ് അൽ ഇയാദി എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവിശേഷമായി എടുത്തു പറയുകയും പ്രവാചകൻ വളരെ പ്രിയമായിരുന്നു ഖുസ്ബിനു സഈദയുടെ എന്നാണ് പ്രസംഗങ്ങൾ എന്നുള്ളത്. ഇക്കാലത്ത് യമനിൽ നിന്നുള്ള ഇയാദ് ഗോത്രം പ്രവാചകനെ സന്ദർശിക്കുന്ന വേളയിൽ പ്രവാചകൻ വർദ്ധിതാവേശത്തോടു കൂടി ചോദിക്കാറുണ്ടായിരുന്നു, ഖുസ്ബിനു സഈദയെ അറിയുമോ എന്നുള്ളത് അല്ലെ. എന്നിട്ട് നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അർജു അൻ യകൂന അൻ യജ്മഅ എന്താണ് യബഅസ ഫീഹി ഉമ്മത്തുൻ വാഹിദ. ഖുസ്സും ഞാനും എന്താണ് ഒരു സമൂഹമായി ഖിയാമത്ത് നാളിൽ പുനർജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും പ്രവാചകൻ എന്തായിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ജാഹിലിയയിൽ ജീവിച്ച ഒരു പ്രഭാഷകനാണ്, ഖുത്ബയിൽപ്പെട്ട ആളാണ് അരി ഖുസ്ബിനു സഈദ അൽ ഇയാദി. അതുപോലെ കവിതയും അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ ഹാരിസ് ബിൻ ഹുല്ലീദ അൽ യഷ്കുരി, അദ്ദേഹവും ജാഹിലിയ കവിയാണ്, ഉമവിയല്ല. ഇംറുൽ ഖൈസ് ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് എന്നാണ് പറയുന്നത്. തീർച്ചയായും തെറ്റാണ് അല്ലെ. അസ്ഹാബുൽ മുഅല്ലഖയുടെ 1ാം നിരയിൽ വരുന്ന ആളാണ് ഇംറുൽ ഖൈസ്. അതുകൊണ്ട് 3 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. പിന്നെ വരുന്നത് ഖൻസാ മിൻ അശ്ശുഅറാ അൽ മുഖ്ലറമീൻ. ഖൻസാ എന്ന് പറയുന്നത് എന്താണ്, അംർ ബിൻ ഷരീദ് അസ്സലമി അല്ലെ. അവരെന്താണ്, മുഖ്ലറമീൻ കവികളിൽ വരുന്ന ആളാണ്, കവയത്രിയാണ് അവർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ദേശ് അഷ്ഹുറു ശുഅറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ നവാസ്, അൽഖമത്തുൽ ഫഹൽ, ഹസ്സാൻ ബിൻ സാബിത്ത്, അൽ ഖൻസാ. താഴെ തന്നിരിക്കുന്നവരിൽ പ്രവാചക കവികളിൽ വിഖ്യാതനായ വ്യക്തിത്വം ആര് എന്നാണ് ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ എത്രയോ തവണ റിപ്പീറ്റഡ് ആയി വന്നതാണ്. നമ്മൾ PYQ ഡിസ്കഷൻ സമയത്ത് ഇത് കണ്ടതായി അല്ലേ. നല്ല ശതമാനം ചോദ്യങ്ങളും പിന്നെ PYQ റിലേറ്റഡ് ആണ് എന്ന് കൂടി കാണാൻ കഴിയും ഈ കഴിഞ്ഞ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ കുറെ അതേ സെയിം കാര്യങ്ങൾ, സെയിം ചോദ്യങ്ങൾ അതേപടി റിപ്പീറ്റഡ് ആയി വന്നതായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്നും നിസ്സംശയം നമുക്ക് ഉത്തരം പറയുന്ന ചോദ്യമാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത് അല്ലെ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതായത് മദ്ഹുൻ നബി എന്നുള്ള ഒരു കാവ്യശാഖയുടെ തുടക്കം പോലും ആരായിരുന്നു, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ റഅ്സുൽ ബദീഈൻ എന്നുള്ള വിശേഷണം പോലും ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. അഷ്ഹറു ശുഅറാ അൽ മുഖ്ലറമീൻ ലുഖിബ ബിശാഇർ റസൂൽ. അൽ ഹുതൈഅ, അൻ നാബിഗ അൽ ജഅദി, ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ സുഹൈർ. കാറ്റഗറി 4 ചോദിച്ചാണ്. അഷ്ഹറു ശുഅറാ അൽ മുഖ്ലറമീൻ, മുഖ്ലറമീൻ കവികളിൽ വിഖ്യാതനായ വ്യക്തിത്വം, പ്രസിദ്ധനായ വ്യക്തിത്വം ആര്. ലുഖിബ ബിശാഇർ റസൂൽ, അദ്ദേഹത്തിന്റെ അപരാഭിധാനമാണെന്ത്, ഷാഇർ റസൂൽ എന്ന് പേര് പറയുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്ന അൽ ഹുതൈഅ, അൻ നാബിഗ അൽ ജഅദി, ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യത പിന്നെ കഅബ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മദ്ഹ് ചെയ്ത് പാടിയിട്ടുണ്ട്.
എങ്കിലും ഷാഇർ റസൂൽ എന്ന പേരിൽ വിശ്രുതനായത് ആരാണ്? മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ് അല്ലെ. പ്രത്യേക മഖ്ലറമിൻ കവികളിൽ വരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്തായിരുന്നില്ല, മാദിഹുൻ നബി ആയിരുന്നില്ല എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നാബിഗ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ലൈസ മിൻ ശുഅറാഇർ റസൂൽ. അടുത്തൊരു ചോദ്യം. കഅബ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ റവാഹ, കഅബ് ബിൻ അൽ അഷ്റഫ്, ഹസ്സാൻ ബിൻ സാബിത്ത്. ഇവരിൽ പ്രവാചക കവികളിൽ പെടാത്തത് ആര് എന്നാണ് ചോദ്യം. ലൈസ മിൻ ശുഅറാഇർ റസൂൽ. കഅബ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ റവാഹ, കഅബ് ബിൻ അൽ അഷ്റഫ്, ഹസ്സാൻ ബിൻ സാബിത്ത്. നോക്കാം ആരാണ്? കഅബ് ബിൻ അഷ്റഫ് ആണ്. കഅബ് ബിൻ അഷ്റഫും കവിയാണ്, പക്ഷെ എന്തല്ല, ലൈസമിൻ എന്താണ് ഷുഅറാ നബി ആയിരുന്നില്ല എന്നാണ് അല്ലെ. കഅബ് ബിൻ മാലിക്, അതുപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇവർ മൂന്ന് പേരുമായിരുന്നത് ഷുഅറാ ഉർ റസൂൽ എന്നായി അറിയപ്പെട്ടിരുന്നത് കേട്ടോ. സവിശേഷമായ സ്ഥാനവും എന്താണ് ഷാഇറുർ റസൂൽ എന്ന് പ്രത്യേകമായി പറയപ്പെട്ടതുമാർക്കാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് കാണാൻ കഴിയും. ഇത്രയും ചോദ്യങ്ങളാണ്, വളരെ കുറഞ്ഞ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് കാണാം അടുത്തത് അൻ-നസ്ർ ഫിൽ അസ്റിൽ ഇസ്ലാമി. ഇസ്ലാമിക കാലഘട്ടത്തിലെ എന്താണ് ഗദ്യഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ് അടുത്തത്. അവ്വൽ കിതാബിൻ ദുവ്വിന ഫിൽ ലുഗ അൽ അറബിയ്യ സ്വഹീഹുൽ ബുഖാരി, കിതാബുൽ ഐൻ, ഖലീല വദിംന, അൽ ഖുർആനുൽ കരീം. നിബന്ധനകളെ ആക്ഷേപിച്ച ആൾ കൂടിയാണ് ആര്? കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്നത്. അല്ലെ, ഈ ചോദ്യവും പലതവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ് അല്ലെ. ഖുർആനുൽ കരീമാണ്, നമ്മളെ ക്ലാസ്സിലും ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സാം എഴുതിയതോടുകൂടി അല്ലെ. അപ്പോൾ നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്, ചർച്ച ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചും. ഈ എക്സാമിൽ നമുക്കത് കൂടുതൽ ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ. അവ്വൽ കിതാബിൻ ദുവ്വിന ഫിൽ ലുഗ അൽ അറബിയ്യ, ഏതാണ്? അൽ ഖുർആനുൽ കരീമാണ് അല്ലെ. സഹീഹുൽ ബുഖാരിയൊക്കെ വരുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ്. കിതാബുൽ ഐനും 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഖലീലാബുദ്ദീനയും 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, അതായത് 2-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. മുമ്പേ ക്രോഡീകരിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണിത് ശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മിൻ കുത്താബിൽ വഹി. വഹീന്റെ എഴുത്തുകാരിൽപ്പെട്ട ആളുകൾ ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ, സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ ഖത്താബ്, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. ഇവരിൽ കുത്താബിൽ വഹിയിൽ വരുന്ന വ്യക്തിത്വം ആര് എന്നാണ് ചോദ്യം. അല്ലെ, സമാന പേരുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. സെയ്ദ് ബിൻ ഹാരിസ, സെയ്ദ് ബിൻ സാബിത്ത് നമുക്ക് വരുമ്പോൾ, അതുപോലെ സെയ്ദ് ബിൻ ഖത്താബ്, സെയ്ദ് ബിൻ അർഖം. വളരെ പ്രധാനപ്പെട്ട 7ഓളം ആളുകളെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ക്ലാസ്സിൽ അല്ലെ. കുത്താബിൽ വഹിയിൽ വരുന്നത് ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട സ്വഹാബി ആരാണ്? സ്വഹാബിയുൻ ദുഖിറ ഇസ്മുഹു ഫി ഖുർആൻ. സെയ്ദ് ബിൻ ഹാരിസയാണ് അല്ലെ. റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസയാണ്. അപ്പം ശ്രദ്ധിക്കുക, ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. കാത്തിബുൽ വഹയിൽ വരുന്നത് ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാട്ടോ. നെക്സ്റ്റ്, തുവഫിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അൽ മദീന മുനവ്വറ, മദീന അൽ മുനവ്വറ,
മദീനത്തുൽ മുനവ്വറ, അൽ മദീന അൽ മുനവ്വറ? പിന്നെ ആൻസർ ടൈപ്പ് ചെയ്തിടണേ. توفي محمد صلى الله عليه وسلم بالمدينة منورة، مدينة المنورة، مدينة منورة، المدينة المنورة. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ചില സ്ഥലങ്ങൾക്ക് എപ്പോഴും മഅരിഫയാക്കിയിട്ടാണ് പറയാം. പ്രവാചകന്റെ പട്ടണത്തെ അൽ മദീന എന്നാണ് പറയുക. അൽ മദീന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണത്തെ, എന്താണ്, ദേശത്തെ പറയുക എന്നുള്ളത്. മദീനത്തുൻ നബിയെ അൽ മദീന എന്നാണ് വിശേഷിപ്പിക്കുക. അല്ലാതെ അൽ ഇസ്ലാമില്ലാതെ മദീന എന്ന് പറയാറേ ഇല്ല. നമ്മൾ ഏത് ഇതെടുത്ത് നോക്കിയാൽ അത് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും അൽ മദീനയുടെ ഒരു വിശേഷണം പറയുമ്പോൾ സിഫത്ത് മൗസൂഫിനോട് യോജിക്കണം എന്നുള്ളതാണ്. അൽ മുനവ്വറ എന്നുള്ളതാണ് കറക്റ്റ് വരേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാൻ കാരണം അവിടെ അൽ ഇസ്ലാമില്ല, മുനവ്വറ എന്നുള്ളതിന്. രണ്ടാമത്തേതിൽ അൽ മദീന എന്നാണ് പറയുക, അവിടെ അൽ ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അൽ മദീന അൽ മുനവ്വറ എന്നാണ്. പിന്നെ മൗസൂഫിന് അൽ ഇസ്ലാം ഇല്ല, പക്ഷെ സിഫത്തിന് അൽ ഇസ്ലാം ഉണ്ട്. രണ്ടും മുഖാലിഫായി, അതുകൊണ്ടാണ് തെറ്റിയത്. മൂന്നാമത്തേത് രണ്ടും മദീനത്തുൽ മുനവ്വറ എന്ന്, എന്താണ്, മദീനത്തുർ റസൂലിനെ കുറിച്ച് അൽ മദീന എന്നേ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് അതിൽ വരുന്നത്. അൽ മദീന അൽ മുനവ്വറ എന്നുള്ളതാണ്. ഓക്കെ, മദീന അൽ മദീന അൽ മുനവ്വറ എന്നുള്ളത്. മക്കയെ സംബന്ധിച്ച് അൽ മക്ക എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. മക്ക അൽ മുക്കറമ എന്ന് പറയും, അല്ലെ? മക്ക എന്ന് സ്ഥലനാമങ്ങൾ സത്യത്തിൽ ഓൾറെഡി മാരിഫയാണ്, അറിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അൽ ഇസ്ലാം ചേർക്കേണ്ടതില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയാം. ഉദാഹരണം അൽ ജസാഇർ, അൽജീരിയയെ കുറിച്ച് പറയുമ്പോൾ അൽ ഇസ്ലാം ഇട്ടിട്ട് പറയുള്ളൂ, അൽ ജസാഇർ എന്നേ പറയുള്ളൂ. ഓക്കെ, അതേസമയം മിസ്ർ എന്നുള്ളതിന് മിസ്ർ എന്ന് പറഞ്ഞാൽ മതി, അൽ മിസ്ർ എന്ന് അൽ ഇസ്ലാം ചേർത്ത് പറയേണ്ടതില്ല. ചില സ്ഥലപ്പേരുകൾ പറയുമ്പോൾ അങ്ങനെ തന്നെ എന്തായിരിക്കും, അൽ ഇസ്ലാം തന്നെ ഉപയോഗിച്ച് പറയുന്നതായിരിക്കും. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ മദീന എന്നാണ് മദീനയെ കുറിച്ച് പറയുക. സ്വാഭാവികമായിട്ടും അവിടെ സിഫത്ത് പറയുമ്പോൾ അൽ മുനവ്വറ എന്ന് മാരിഫയാക്കി തന്നെ പറയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിനൽ ഹദീസിൻ നബവി ഖൗലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിഅലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്രീറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗലു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ലൈസ മിനൽ ഹദീസ് നബവി, ഹദീസ് നബവിയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്ക്. ഖൗലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിഅലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്രീറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗലു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ഏതാണ്? ഖൗലു സ്വഹാബത്താണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, ഫിഅല്, തഖ്രീർ അല്ലേ? നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഇവയാണ് എന്ത് പറയാ, ഹദീസ് എന്ന് പറയാ. നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഖൗല്, ഫിഅല്, തഖ്രീർ, ഇതിനാണ് എന്ത് പറയാ, ഹദീസിന്റെ നേരെ താരീഫാണത്. പിന്നെ സ്വഹാബത്തിന്റെ ഖൗലിന് എന്താ പറയാ? ഖൗലു സ്വഹാബ, മാദാ യുസമ്മ ഖൗലു സ്വഹാബ? അസർ എന്നാണ് പറയാ കേട്ടോ. അൽ അസർ എന്നാണ് പറയാ. അല്ലെങ്കിൽ എന്താണ്, മൗഖൂഫായ ഹദീസ് എന്ന് പറയും, അല്ലേ? ഹദീസ് മൗഖൂഫ് എന്നാണ്, സ്വഹാബുകളിലേക്ക് നിസ്ബ ചെയ്യുന്ന ഹദീസുകളാണ് ഹദീസ് മൗഖൂഫ എന്ന് പറയാ. അല്ലെങ്കിൽ എന്താണ് പറയാ, അസർ എന്നാണ് പറയാ, അസർ. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ നേരെ താരീഫാണത്, അതിന് ഓപ്ഷൻസ് ആക്കി ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, കമ്മലിൽ ഫറാഖ് ഇർഹമു മൻഫിൽ അർളി ഡാഷ് മൻഫിസ് സമാ യർഹമുഹും യർഹമുന യർഹമുക്കും ലിയർഹമു. ഇല്ല, എല്ലാം ചർച്ചയുണ്ട്. കാറ്റഗറി 4ഉം ചർച്ചയുണ്ട്, 3ഉം ഉണ്ട്. ഇതും പലതവണ ആവർത്തിച്ച് മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യമാണ് അല്ലേ? റഹമു മൻ ഫിൽ അർളി
ഹദീസിൽ വന്നതാണ് അല്ലേ? ഓപ്ഷൻ സി ആണ്, യർഹമുക്കും മൻ ഫിസ് സമാ എന്നുള്ളതാണ് അല്ലേ? യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ولد عبد الرحمن بن عوف رضي الله عنه بديش بعد عام الفيل؟ المكة المكرمة، مكة المكرمة، مكة المكرمة، المكة المكرمة. ولد عبد الرحمن بن عوف رضي الله عنه بديش بعد عام الفيل؟ ഇവിടെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച അൽ മദീന അൽ മുനവ്വറ വിഷയം പറയുന്നിടത്ത് പറഞ്ഞ അതേ കാര്യമാണ്. നമുക്ക് നോക്കാം, ഏതാണ്? മക്കത്തിൽ മുക്കറമ എന്നുള്ളതാണ് അല്ലെ? മക്ക ഓൾറെഡി മാരിഫയാണ്, അവിടെ പിന്നീട് അലിഫ്ലാം ചേർത്തുണ്ടാക്കേണ്ടതില്ല, മാരിഫയാക്കി പറയേണ്ടതില്ല. ഓക്കെ, അപ്പോൾ മാരിഫായ ഒന്നിന് സിഫത്ത് പറയുമ്പോൾ അവിടെ എന്ത് വേണം? മാരിഫായ ഒന്നുകൊണ്ട് തന്നെ പറയണം, അൽ മുക്കറമ എന്ന് തന്നെ പറയണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആയത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണേ. അപ്പൊ സ്ഥലനാമങ്ങൾ പൊതുവെ മാരിഫയാണ്, പ്രത്യേകിച്ച് അലിഫ്ലാം ചേർത്ത് പറയേണ്ടതില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് അലിഫ്ലാം ചേർത്ത് തന്നെ പറയും. അതാണ് ഞാൻ സൂചിപ്പിച്ച അൽ ജദായിർ, അൽ മദീന പോലെയുള്ള ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. അവയെ അങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതല്ലാത്തതൊക്കെ എന്താണ്? മാരിഫയാണ് ഓൾറെഡി സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അഷ്ആറുൽ അസ്റുൽ ഉമവി, ഉമവി കാലഘട്ടത്തിലെ കവിതകളാണ്. നോക്കാം. ലൈസ മിൻ ശുഅറാഇൻ നഖാഇൽ ജരീർ, അഖ്തൽ, ഫറസ്ദഖ്, ജമീൽ ബസൈന. ലൈസ മിൻ ശുഅറാഇൻ നഖാഇൽ ജരീർ, അഖ്തൽ, ഫറസ്ദഖ്, ജമീൽ ബസൈന. വളരെ സിമ്പിൾ ആണ് അല്ലേ? ജമീൽ ബസൈൻ എന്താണ്? ഷുഅറാ അൽ ഗസൽ വരുന്ന അല്ലെ? പ്രണയകാവ്യങ്ങൾ പാടിയ, അതിൽ തന്നെ ഗസറുൽ ഉസ്രിയീൻ എന്നുള്ള വിഭാഗത്തിൽ വരുന്ന ആളാണ് ആര്? ജമീൽ ബസൈന. മറ്റു മൂന്നാളുകളും ജരീർ, ഫറസ്ദഖ്, അഖ്തൽ, ഈ മൂന്നാളുകളും എന്താണ്? ഷുഅറാ ഉൻ നഖാഇലിൽ വരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഷുഅറാ ഉൻ നഖാഇൽ എന്നുള്ള വളരെ ബേസിക് ആയിട്ട് അതിന് ആ പേരുകൾ ഓർത്തു വെച്ചാൽ തന്നെ ഇതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഡീപ്പായിട്ടൊന്നും ചോദ്യങ്ങൾ എന്താവുന്നില്ല, വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് പലതവണ ആവർത്തിച്ച് വന്നതുമാണ് കേട്ടോ. നമ്മൾ PYQ ഡിസ്കഷൻ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, അബ്ബാസി കാലഘട്ടത്തിലെ കഥകളെ കുറിച്ചാണ് പറയുന്നത്. يعرف الشاعر أبو العلاء المعري بصاحب الخمريات، الحوليات، اللزوميات، الإلهيات. يعرف الشاعر أبو العلاء المعري അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ്. അൽ ഖംറിയാത്ത്, അൽ ഹൗലിയാത്ത്, അൽ ലുസൂമിയാത്ത്, അൽ ഇലാഹിയാത്ത്. ഏതാണ്? അൽ ലുസൂമിയാത്ത് ആണ് അല്ലെ? അൽ ലുസൂമു മാ ലാ യൽസമു, അല്ലെങ്കിൽ അൽ ലുസൂമിയാത്ത് എന്നുള്ള രചന ആർക്കുണ്ട്? അബുൽ അലാ അൽ മഅരിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. ഖംറിയാത്ത് എന്ന് പറയാൻ പറ്റുന്ന ആരാണ്? അബൂ നുവാസ് തന്നെയാണ് അല്ലെ? അബൂ നുവാസ് ആണ് കള്ളുകളെ കുറിച്ച്, ഖംറിനെ കുറിച്ച് കവിത എഴുതിയ അതിന്റെ ഏറ്റവും പ്രധാന വക്താക്കളിൽ ഒന്ന്. അദ്ദേഹത്തെ ഖംറിയാത്ത് എന്ന് പറയാം. ഹൗലിയാത്ത് എന്ന് ആരെ കുറിച്ച് പറയാൻ പറ്റും? ഓർക്കുണ്ടോ? സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി അല്ലെ? അദ്ദേഹം എന്താണ്? ഒരു വർഷം എടുത്തിട്ടാണ് കവിത എഴുതി പൂർത്തിയാക്കുന്നത്. ആദ്യത്തെ 4 മാസം കവിത എഴുതാൻ, പിന്നീടുള്ള 4 മാസം അത് എഡിറ്റ് ചെയ്യാൻ, പിന്നീടുള്ള ഒരു 4 മാസം എന്താണ് മറ്റ് ആരെങ്കിലുമൊക്കെ കണ്ട് അത് നന്നാക്കി എടുക്കാനൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഒരു വർഷം പൂർത്തിയാക്കിയിട്ടാണ് ഒരു കവിത അദ്ദേഹം പുറത്തിറക്കുക. അതുകൊണ്ടാണ് ഹൗലിൻ അല്ലെ? വർഷം നല്ല കാമിലാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ ഹൗലിയാത്ത് എന്ന് വിളിക്കുന്നത്. അൽ ലുസൂമിയാത്ത് എന്നുള്ളത് അബുൽ അലാ അൽ മഅരിയുടെ. ഇലാഹിയാത്ത് എന്നുള്ള പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഖംറിയാത്ത് അബൂ നുവാസാണ്, ഹൗലിയാത്ത് സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നിയാണ്, ലുസൂമിയാത്ത് അബുൽ അലാ അൽ മഅരിയാണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ,
നെക്സ്റ്റ് ചോദ്യം നോക്കാം. നസ്റഫുൽ അസ്വർ അൽ അബ്ബാസിയാണ്. اختر التصريح الخاطئ. أبو حامد الغزالي لقبه حجة الإسلام. سمي ابن سينا بالشيخ الرئيس. لقب الكندي هو فيلسوف العرب. عرف الفارابي بالمعلم الأول. ഇതിൽ നിന്ന് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടൊക്കെ നമുക്ക് ഇവിടെ ഒന്നും അവരെ കുറിച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളേ ഇല്ല. ജസ്റ്റ് അവരുടെ പേര്, അവരുടെ ലഖബ്, അവരറിയപ്പെടുന്ന ഒരു പേര്, അതാണ് ചോദിക്കുന്നുള്ളൂ അല്ലേ. വളരെ ഡീപ്പായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് പോകുന്നില്ല. കുറെ പേരുകൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ച് പോയി ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അബൂ ഹമദ് അൽ ഗസാലി ഇമാമിന്റെ ലഖബാണ് എന്ത്? ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയാണ്. ഇബ്നു സീനയാണ് ഷെയ്ഖുർ റഈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശദമായി നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. അൽ കിന്ദിയാണ് ഫൈലസൂഫുൽ അറബ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അൽ കിന്ദിയാണ് ആദ്യത്തെ അറബ് ഫിലോസഫറിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്ന ഒരാൾ കൂടിയാണ് അൽ കിന്ദി എന്നുള്ളത്. പിന്നെ ഫാറാബി എന്താണ്? മുഅല്ലിമുൽ അവൽ എന്നുള്ളതാണ് തെറ്റ്. അത് മുഅല്ലിമുസ് സാനിയാണ് അല്ലെ. മുഅല്ലിമുൽ അവൽ ആരാ? അരിസ്റ്റോട്ടിലാണ് മുഅല്ലിമുൽ അവൽ എന്ന് പറയുന്നത് അല്ലെ. മുഅല്ലിമുസ് സാനിയാണ് ഈ സത്യത്തിൽ ഫാറാബി എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. നെക്സ്റ്റ് കിതാബുൽ മുവത്ത മുഅല്ലിഫുഹു അൽ ബുഖാരി, അത്തുർമുദി, അൻ-നസായി, അൽ-ഇമാം മാലിക് ബിൻ അനസ്. കണ്ടെടുക്കപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് അത് മുവത്ത എന്ന് പറയുന്നത് അല്ലെ. ഇതാരുടെ രചനയാണ് എന്നതാണ്. യെസ്, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ് അല്ലെ. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ് അൽ മുവത്ത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാ ഹുവൽ ഹദീസുൽ മുത്തഫഖു അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഹദീസ് ഉണ്ട്. മാ റവാഹുൽ ബുഖാരി വന്നസായി, മാ റവാഹു മുസ്ലിം വ അഹ്മദ്, മാ റവാഹുൽ ബുഖാരി വ മുസ്ലിം, മാ റവാഹു അഹ്മദ് വന്നസായി. ഇവിടെ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന എളുപ്പത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് അമിതാവേശം കാണിച്ചാൽ ചിലപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെയൊക്കെയുള്ള ഈസി ആയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണത്. നമ്മൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് ഉറപ്പിച്ച് ആൻസർ ചെയ്യുന്ന സമയത്ത്, ബബിൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് മാറിപ്പോവാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന ആൻസർ തെറ്റുമ്പോൾ ഒരു സങ്കടമാണല്ലോ. ഓക്കെ, ഏതാണ്? മാ റവാഹുൽ ബുഖാരി മുസ്ലിം അല്ലെ. ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ റിവായത്ത് ചെയ്ത ഹദീസുകളാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയാറുള്ളത്. ഇനി അടുത്തത് തഫ്സീറുൻ അല്ലഫഹു ഇമാം മഹ്മൂദ് ബിൻ ഉമർ അസ്സമഖ്ശരി അൽ മുലഖബ് ബിൽ ജാറുള്ള. ജാറുള്ള എന്ന അഭിനാഭിധാനമുള്ള സമഖ്ശരി ഇമാം രചിച്ച തഫ്സീർ ഏത് എന്നുള്ളതാണ്. തഫ്സീറുൽ ജലാലൈനി, തഫ്സീറുൽ കബീർ, അൽ കശാഫ് ഫി ളിലാൽ ഖുർആൻ. നമുക്ക് നോക്കാം. ഏതാണ് സമഖ്ശരി ഇമാമിന്റെ തഫ്സീർ? ഏതാണ്? തഫ്സീറുൽ കശാഫ് ആണ് അല്ലെ. തഫ്സീറുൽ കശാഫ് ആണ്. തഫ്സീറുൽ ജലാലൈനി എഴുതിയിട്ടുള്ളത് ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലിയും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിമ അവർ രണ്ടുപേരും ചേർന്ന് എഴുതി പൂർത്തിയാക്കിയതാണ് ഇത് തഫ്സീറുൽ ജലാലൈനി എന്ന് പറയുന്നത്. അതുപോലെ തഫ്സീറുൽ കബീർ ആരാണ്? ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനയാണ് തഫ്സീർ അൽ കബീർ എന്ന് പറയുന്നത്. ഫീ ളിലാൽ ഖുർആൻ എന്ന് പറയുന്നത് സയ്യിദ് ഖുതുബിന്റെ എന്താണ് തഫ്സീറാണ് ഫീ ളിലാൽ ഖുർആൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഒരു ഇവരുടെ തഫ്സീറുകളുടെ പേരും അതിന്റെ മുസന്നിഫീങ്ങളെയും ചർച്ച ചെയ്തിരുന്നു. യെസ്, നെക്സ്റ്റ് മൻ അല്ലഫ ഫത്ഹുൽ ബാരി ശറഹ് സഹീഹുൽ ബുഖാരി. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ജാറുല്ലാഹ് അസ്സമഖ്ശരി, ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ, മുസ്ലിം ഇബ്നു ഹജ്ജാജ്. സഹീഹുൽ ബുഖാരിക്ക് കുറെ ഷർഹുകൾ ഉണ്ട് അല്ലെ. ഇന്ത്യൻ പണ്ഡിതന്മാർ എഴുതിയ തന്നെ ധാരാളം ഷർഹുകളുണ്ട്. അതല്ലാത്തതുമായിട്ടുള്ള അതിലേറ്റവും സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വിഖ്യാതമായ ഷർഹുകളിൽ ഒന്നാണ് ഫത്ഹുൽ ബാരി എന്ന് പറയുന്നത് അല്ലെ. എഴുതിയത് ആരാണ്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി
റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് മിൻ മുഅല്ലഫാത്തിൽ അദീബ് അൽ ജാഹിൽ, ജാഹിലിന്റെ രചനകളിൽ വരുന്നത് ഏത് എന്നാണ്? അൽ ബയാൻ വത്തബീൻ, അൽ ഖാഹിറ അൽ ജദീദ, അൽ ലിസ്സു വൽ കിലാബ്, കിതാബ് അൽ അഗാനി. ഇത്തരം ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കേവലം ആൻസർ മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് മറ്റ് 3 ഓപ്ഷനുകൾ കൂടി കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ സമ്പൂർണ്ണമായി തീരുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ജാഹിദിന്റെ രചന ഏതാണെന്ന ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, അൽ ബയാനു വത്തബീൻ എന്ന ജാഹിദിന്റെ വിഖ്യാതമായ രചനകളിൽ ഒന്നാണ് ഏത്? അൽ ബയാനു വത്തബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അൽ ഖാഹിറ അൽ ജദീദ എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിന്റെ രചനയാണ് കേട്ടോ. അൽ ഖാഹിറ അൽ ജദീദ. ഓക്കെ, അൽ ലിസ്സു വൽ കിലാബും ആരുടേതാണ്? നജീബ് മഹ്ഫൂദിന്റെ തന്നെയാണ്. കിതാബുൽ അഗാനി അബുൽ ഫറദുൽ അസ്ഫഹാനിയുടെ രചനയാണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഈ 4 രചനകളെയും ഓതേഴ്സ് ഇവരാണ്. അൽ ബയാൻ വത്തബീൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രചനയാണ്. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ എടുത്തു പറയുന്ന അദബുൽ അർക്കാനുൽ അദബുൽ അർബയിൽ വരുന്ന രചന കൂടിയാണ് ഇത്. അറബി സാഹിത്യത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായിട്ട് അദ്ദേഹം 4 രചനകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു രചനയാണ് ഇത് അൽ ബയാനു വത്തബീൻ എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് അതിനുണ്ട് കേട്ടോ. ഇനി മക്കാമുകളെ കുറിച്ചാണ്. ബദിഉസ്സമാൻ അൽ ഹമദാനി ഇഷ്തഹറ ഫി ഫന്നി അൽ-റിവായ അൽ മഖാമാത്ത് അൽ ഖിസ്സ അശ്ശഅർ. ഏത് മേഖലയിലാണ് അദ്ദേഹം വിഖ്യാതനായിട്ടുള്ളത്, പ്രസിദ്ധനായിട്ടുള്ളത് എന്നാണ് ചോദ്യം. അൽ-റിവായ അൽ മഖാമാത്ത് അൽ ഖിസ്സ അശ്ശഅർ. യെസ്, ഏതാണ്? മക്കാമയാണ് അല്ലെ. മക്കാമ ആണ്. അതിന്റെ റായിദായിട്ട് അറിയപ്പെടുന്ന ആളും കൂടിയാണ് ആര്? ബദിഉസ്സമാൻ അൽ ഹമദാനി എന്ന് പറയുന്ന വ്യക്തിത്വം. ഇനി അതേ ചോദ്യം വളരെ സിമ്പിളായി ചോദിച്ചു. ദേശ് മൻ ഹുവ മിൻ അസ്ഹാബിൽ മഖാമാത്ത് വുലിദ ഫി ഹമദാൻ അൽ ഹരീരി ബദിഉസ്സമാൻ ജാറുല്ലാ സുയൂത്തി. അല്ലെ, നമ്മൾ ആ പേര് തന്നെ പഠിക്കുന്നത് എന്താണ്? ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നുള്ളതാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു തവണ നമ്മൾ ഈ നമ്മുടെ നോട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സിമ്പിളായി പറഞ്ഞാൽ ഏതാണ്? ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ് എന്നുള്ളതാണ്. ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ് വന്നത്. ഇനി നഖ്ദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. മനില്ലദി അല്ലഫ കിതാബ് അസ്റാറുൽ ബലാഗ? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, ഇബ്നു ഖുതൈബ അദ്ദീനവരി, ഇബ്നുൽ അമീദ്. നമ്മള് ബലാഗത്തുൽ വാലിഹയിൽ നിരവധി തവണ ചർച്ച ചെയ്ത കിതാബ് കൂടിയാണ് അല്ലെ, പരാമർശിച്ച കിതാബ് കൂടിയാണ് അസ്റാറുൽ ബലാഗ അല്ലെ. ആരുടെയാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അസ്റാറുൽ ബലാഗ എന്ന് പറയുന്നത്. മറ്റൊരു ഗ്രന്ഥം കൂടി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുണ്ടോ? ദലായിലുൽ ഇഅ്ജാസ്. മാഷാ അല്ലാഹ്, വല്ലാഹി ബാരിക് ഫീക്. ദലായിലുൽ ഇഅ്ജാസ് അല്ലെ. ദലായിലുൽ ഇഅ്ജാസും അസ്റാറുൽ ബലാഗയും ഇൽമുൽ ബലാഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രചനകളാണ്. രണ്ടിന്റെയും രചയിതാവാരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് കാണാൻ കഴിയും. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. ഇഖ്തർ അത്തസ്രീഹ് അൽ ഖാത്തി മിനൽ മജ്മുഅ. താഴെയുള്ളതിൽ നിന്ന് തെറ്റായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. കിതാബ് ഫജ്റുൽ ഇസ്ലാം അല്ലഫഹു അഹ്മദ് അമീൻ. സുഹൈർ ബിൻ അബി സുൽമ من أصحاب المعلقات. كتاب نقد الشعر ألفه جبران خليل جبران. كتاب المعذبون في الأرض ألفه طه حسين. ഇവിടെ ഒന്നുമില്ല, പിന്നെ പുസ്തകവും അതിന്റെ രചയിതാക്കളെയും തന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ.
ഇവിടെ നോക്കാം നമുക്ക്. കിതാബ് ഫജ്റുൽ ഇസ്ലാം അഹ്മദ് അമീന്റെ രചനയാണ്. ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുറുൽ ഇസ്ലാം തുടങ്ങി ഇസ്ലാമിക ചരിത്ര പരമ്പരയിൽ അദ്ദേഹം എഴുതിയ 3 കിതാബുകളുണ്ട്. ഫജ്റുൽ ഇസ്ലാം എന്ന ജാഹിലിയ മുതൽ ഉമവി കാലഘട്ടം വരെയുള്ള ഇസ്ലാമിന്റെ ബൗദ്ധിക സാംസ്കാരിക ചരിത്രം പറയുന്ന രചനയാണ് കേട്ടോ ഫജ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതിയാണ് ലുഹൽ ഇസ്ലാം, അബ്ബാസിയുടെ 1-ാം നൂറ്റാണ്ട് പറയുന്ന രചന. പിന്നീട് അബ്ബാസിന്റെ 2-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദം വരെ, അതുപോലെ സ്പെയിനിന്റെ ചരിത്രം സമഗ്രമായി പറയുന്ന കിതാബാണ് ലുഹുറുൽ ഇസ്ലാം. അങ്ങനെ ഒരു 3 പരമ്പരകളായിട്ട് അദ്ദേഹം എഴുതിയ രചനയാണ് അഹ്മദ് അമീന്റെ. പിന്നെ സുഹൈർ ബിൻ അബീ സുൽമാൻ അൽ മുസ്നി അസ്ഹാബുൽ മുഅല്ലഖയിൽ വരുന്നതാണ്, നമുക്ക് സംശയങ്ങളില്ല അതിൽ. പിന്നെ വരുന്നത് നഖദു ഷിഅറാണ്. നഖദു ഷിഅർ ഖുദാമത്ത് ബിൻ ജാഫറിന്റെ രചനയാണ് കേട്ടോ. ഖുദാമത്ത് ബിൻ ജാഫറിന് നഖദു ഷിഅർ, നഖദുൻ നസർ എന്ന പേരിലൊക്കെ രചനകളുണ്ട്. ഖലീൽ ജിബ്രാന്റെ തല്ല. അൽ മുഅദ്ദബൂന ഫിൽ അർള് ത്വഹാ ഹുസൈന്റെ വളരെ വിഖ്യാതമായ രചനയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടാകും തോന്നുന്നു. ഇപ്പോഴത്തെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. അൽ മുഅദ്ദബൂന ഫിൽ അർള് അല്ലഫഹു ത്വഹാ ഹുസൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റി. നഖദു ഷിഅർ ഖുദാമത്ത് ബിൻ ജാഫറിൻ്റെതാണ്. ഓക്കെ, നെക്സ്റ്റ്. അൽ ഖാമൂസുൽ മഹീത്ത് മുഅ്ജമുൻ അറബിയ്യുൻ അല്ലഫഹു അൽ ഫൈറൂസാബാദി, അൽ അബ്ലൂയിസ്, മുനീർ അൽ ബഅലബക്കി, ഇബ്നു മൻദൂർ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു. ഈ അറബി ഡിക്ഷണറികൾക്ക് നമ്മൾ ഖാമൂസ് എന്ന ഡിക്ഷണറികളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? ഖാമൂസുൽ മുഹീത്തിന് അത്രയും പ്രചുര പ്രചാരം ലഭിച്ചത് കാരണമായിട്ടാണ് പിന്നീട് ഡിക്ഷണറികൾക്ക് പോലും ഖാമൂസ് എന്ന പദം ഉപയോഗിച്ചത് എന്ന് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത്രയും സ്വീകാര്യത ഈ പുസ്തകത്തിന്, ഈ ഡിക്ഷണറിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ. ഫൈറൂസാബാദിയുടെ രചനയാണ് ഖാമൂസുൽ മുഹീത്ത് എന്ന് പറയുന്നത്. ഖാമൂസുൽ മുഹീത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മുനീർ ബഅലബക്കി അതാ ഏതോന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ? മുനീർ അബുലോയിസിന്റെ ഏതാണ് രചന? ഏതാണ്? ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ മുനീർ അല്ലേ? അതാണ് മുനീർ ബഅലബക്കി അല്ലേ? അതെ അതെ. ഈ ലവീസും കേട്ടണല്ലോ. അത് മുൻജിദ് ഡിക്ഷണറിയുടെ രചയിതാവാണ് ഫാദർ ലൂയിസ് മാലൂഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അതുപോലെ ഖാമൂസുൽ മഹീത്ത് എന്ന പേരിൽ ഒരു രചനയുണ്ട് മുനീർ ബഅലബക്കിക്ക്. അത് എന്താണ്? അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബൈലിംഗൽ ഡിക്ഷണറി കൂടിയാണ് ഖാമൂസുൽ മഹീത്ത് എന്ന് പറയുന്നത്. പിന്നെ ലിസാനുൽ അറബ് എന്നുള്ള ഇബ്നു മൻദൂറിന്റെ വിഖ്യാതമായ ഒരു ഇതാണ് അല്ലെ. അറബിയിൽ ആദ്യത്തെ ഡിക്ഷണറി ഏതാണ്? കിതാബുൽ ഐൻ ആണ് അല്ലെ. അതാരാണ് അതിന്റെ മുസന്നിഫ്? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയുടെ കിതാബുൽ ഐൻ ആണ് ആദ്യത്തെ ഡിക്ഷണറി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി സ്പെയിൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ്. അൽ മുവശഹാത്ത് ഫർഉൻ ജദീദുൻ ഫി അശ്ശഅർ അൽ അറബി ലഹറ ഫി റിയാദ്, തൂനിസ്, ബഗ്ദാദ്, അൽ ഉൻദുലുസ്. മുവശഹാത്ത് എന്ന് പറയുന്നത് അറബ് കവിതയിൽ പുതുതായി രൂപം കൊണ്ട ഒരു ശാഖയാണ്. അതെവിടെയാണ് ഉദയം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് റിയാദ്, തൂനിസ്, ബഗ്ദാദ്, അൽ ഉൻദുലുസ്. എവിടെയാണ്? സ്പെയിനിലാണ് അല്ലെ. സ്പെയിനിൽ ഉദയം കൊണ്ട ഒരു കാവ്യ ശാഖയാണ് മുവശഹാത്ത് എന്ന് പറയുന്നത് അല്ലെ. മുവശഹാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ബിമ ലുഖിബ അബ്ബാസ് ബിൻ ഫർനാസ്. അബ്ബാസ് ബിൻ ഫർനാസ് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ഹക്കീമുൽ ഹിന്ദ്, ഹക്കീമുൽ ഉൻദുലുസ്, ത്വബീബുൽ ഉൻദുലുസ്, ഫൈലസൂഫുൽ ഹിന്ദ്. അബ്ബാസ് ബിൻ ഫർനാസ്. അബ്ബാസ് ബിൻ ഫർനാസിനെ കുറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും കേട്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹക്കീമുൽ ഉൻദുലുസ് ആണ്. അതുപോലെ ആദ്യമായിട്ട് അല്ലെ ഈ വിമാനത്തിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തിന്റെ
മുമ്പ് ഇത്തരം ത്വയ്റാൻ പരീക്ഷണം നടത്തിയ ആൾ കൂടിയാണ് ആര് അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഹക്കീമുൽ ഉന്ദുലുസ് ആണ്. ഹക്കീമുൽ ഹിന്ദ് അറിയുണ്ടോ? അല്ലല്ലോ. ഹക്കീമുൽ ഹിന്ദ് എന്ന് പ്രത്യേകമായിട്ട് ആരും പറയുന്നില്ല. ഹക്കീമുൽ അറബ് അല്ലേ? ആ, ഫൈലസൂഫുൽ ഹിന്ദ് ഫൈറൂസാബാദ്. യെസ്, ഫൈലസൂഫുൽ ഹിന്ദ് എന്ന് പ്രത്യേകമായിട്ട് ഇല്ലല്ല. ഇല്ല. ഇനി ഷെയറുൽ ഹറബി അല്ലേ, ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതും കാണാൻ കഴിയും അല്ലേ. മൻഹു അതെ, അതെ. അമീർ ഷുഅറ, അമീർ ഷുഅറ എന്നറിയപ്പെടുന്ന ആര്? ഹഫൽ ഇബ്രാഹിം, അഹ്മദ് മുഹറം, അഹ്മദ് ഷൗഖി, ഇബ്രാഹിം നാജി. അമീർ ഷുഅറ. ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ് അല്ലെ. 927 അഹമ്മദ് ഷൗക്കിക്ക് ഈ പദവി നൽകുന്നത്, അമീർ ഷുഅറ എന്നുള്ള പദവി നൽകുന്നത്. അന്ന് ഈജിപ്തിൽ പഠിച്ചുകൂടിയ വലിയൊരു കവി സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ ഈ പദവി നൽകി ആദരിക്കുന്നത്. ഇത് നൽകിക്കൊണ്ട് ഹഫൽ ഇബ്രാഹിം ഒരു കവിത പാടുന്നുണ്ട്. അമീറുൽ ഖവാഫി ഖദ് അതൈതു മുബായിഅൻ വഹാദി വഫൂദു ശർഖ് ഖദ് ബായഅതു മഈ. അമീറുൽ ഖവാഫി, ഖാഫിയകളുടെ നായകനെ, ഖദ് ബായഅതും, ഞാൻ എന്തായി അങ്ങേ ബൈഅത്ത് ചെയ്യുന്നു, അതൈതു മുബായിഅൻ, ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറയാണ്. എന്ത് പറയാണ്? വഹാദി വഫൂദു ശർഖ്, ഈ ശർഖിന്റെ പ്രതിനിധികൾ മുഴുക്കയും ബായഅതു മഈ, അവരും എന്നോടൊപ്പം അങ്ങേ എന്താക്കുന്നു? ബൈഅത്ത് ചെയ്യുന്നു. അങ്ങെന്താണെന്ന്? അമീർ ഷുഅറ ആണ് എന്നുള്ളത്. 927 നടന്ന ഒരു ചടങ്ങിലാണ് ഇദ്ദേഹത്തിന് ഈ പദവി നൽകുന്നത് കേട്ടോ. ഓക്കെ, അഹമ്മദ് ഷൗഖിയാണ് അമീർ ഷുഅറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഷാഇറുൻ നീൽ എന്ന പേരിലാണ് ഹാഫിൽ ഇബ്രാഹിം എന്താവുന്നത്. ഷാഇറുൽ വത്വനും അറിയില്ലേ? അദ്ദേഹത്തെ കുറിച്ച് കുറെ പറയാനുണ്ട്. ഷാഇറുൽ ഷഅബ്, ഷാഇറുൽ മുജ്തമഅ, ഷാഇറുൻ നീൽ, ഇതൊക്കെ ആരാണ്? ഹാഫിൽ ഇബ്രാഹിം ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. യമാമത്തുൻ കാനത്ത് ബിഅല الشجرة آمنة في عشها مستترة لمن هذا البيت؟ البارودي، المعدي، حافظ إبراهيم، أحمد شوقي. ഐ തിങ്ക് ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കവിതയാണെന്ന് തോന്നുന്നു അല്ലേ. إمامة كانت بأعلى الشجرة آمنة في عشها مستترة. യമാമത്ത് എന്ന് പറഞ്ഞൊരു പക്ഷിയാണ് പ്രതീകവൽക്കരിക്കുന്നത് അല്ലെ. യമാമത്തുൻ കാനത്ത് ബിഅല الشجرة, അത് മരത്തിന്റെ ഏറ്റവും ഉന്നതിയിലാണുള്ളത്. ആമിനത്തൻ, അതെന്താണ്? സുരക്ഷിതയായിട്ട്. ഫി ഉഷ്ഹ മുസ്തജറത്തുൻ, അതിലെന്താണ്? അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഒളിച്ചിരിക്കുന്നുണ്ട്. മുസ്തജറത്തുൻ യാനി മുഖ്തബിഅത്തുൻ വ മുഹ്തമിയത്തുൻ അല്ലെ, മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അത്രയും സുരക്ഷിതമായിട്ട് ഉയരങ്ങളിൽ അതിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആരുടേതാണ്? അഹമ്മദ് ഷൗഖിയുടെ കവിതയിൽ നിന്നുള്ള വരികളാണ് അല്ലെ. അഹമ്മദ് ഷൗഖിയുടെ കവിതയിൽ നിന്നുള്ള വരികളാണ്. അടുത്തത് ഖും ലിൽ മുഅല്ലിമി വഫ്ഹിഹി തബ്ജീല കദൽ മുഅല്ലിമ അൻ യകൂന റസൂല ലിമൻ ഹാദൽ ബൈത്ത്. വളരെ പ്രശസ്തമായ കവിതയാണ് അല്ലെ. നമ്മൾ ഈ ടീച്ചേഴ്സ് ഡേ ഒക്കെ പലപ്പോഴും നമ്മുടെ പോസ്റ്ററുകളിൽ പരാമർശിക്കുന്ന കവിത കൂടിയാണ് അല്ലെ. ഓപ്ഷൻസ് നോക്കാം. ഹാഫിൽ ഇബ്രാഹിം, സുഹൈർ ഇബ്നു അബി സൽമ അൽ മുസ്നി, ഇമാം അഷ്ശാഫിഈ, അഹ്മദ് ഷൗഖി. ഖും ലിൽ മുഅല്ലിമി വഫ്ഹിഹി തബ്ജീല കദൽ മുഅല്ലിമ അൻ യകൂന റസൂല.
ഇതിന്റെ അർത്ഥം ആരെങ്കിലും പറയോ? ഖും ലിൽ മുഅല്ലിമി വഫ്ഫിഹി തബ്ജീല. ഖും എന്ന് പറഞ്ഞാൽ കാമ നിർവഹിക്കാൻ അർത്ഥം. ഖും എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകന് വേണ്ടി അധ്യാപകനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റിരിക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലെ. ഖും ലിൽ മുഅല്ലിം വഫ്ഫിഹി തബ്ജീല യഅനി ആതിഹി ഇഹ്തിറാമൻ കാമിലൻ തബ്ജീലൻ. അദ്ദേഹത്തിന് എല്ലാ ആദരവുകളും നിങ്ങൾ എന്താകൂ നൽകൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കദൽ മുഅല്ലിമ അൻ യകൂന റസൂൽ. അധ്യാപകൻ എന്താണ്? ഒരു റസൂലിനോളം ആ സ്ഥാനത്താണ്, നിങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്ന അല്ലെ ആളുകൂടിയാണ് എന്നർത്ഥത്തിൽ പറയാം അല്ലെ. ഖുൽ ലിൽ മുഅല്ലിമി വഫ്ഫിഹി തബ്ജീല കദൽ മുഅല്ലിമ അൻ യകൂന റസൂല എന്ന് പറയാം. ഓക്കെ, അഹമ്മദ് ഷൗക്കിയുടെ വളരെ വിഖ്യാതമായ കവിതകളിൽ നിന്നുള്ള വരിയാണ്. ഇനി അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വന്നു. ഹാഫിൽ ഇബ്രാഹിം ഷാഇറുൻ മിസ്രിയുൻ യുഖിബ ഷാഇറുൽ അഹ്റാം അമീർ അശ്ശുഅറ ഷാഇറുൽ തുഫൂല ഷാഇറുൻ നീൽ. ഏത് പേരിലാണ് ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ ലഖബ് ഏത് എന്നാണ് ചോദ്യം. ഷാഇറുൻ നീൽ ആണല്ലേ. ഷാഇറുൻ നീൽ എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും അല്ലെ. ഓപ്ഷൻ ഡി ആണ്. ഇതിലെ ഷാഇറുൽ അഹ്റാം ആരാ? അങ്ങനെ ഉണ്ടോ? ഷാഇറുൽ അഹ്റാം കേട്ടിട്ടുണ്ടോ? അഹമ്മദ് അമീനാണ്. ഇല്ലല്ല, പത്രം കേട്ടിക്കണ്. ആ രണ്ട് അൽ-അഹ്റാം പത്രമുണ്ട്. അൽ-അഹ്റാം പത്രമുണ്ട്. ഓക്കെ. മുഹമ്മദ് അബ്ദുൽ ഗനി അൽ ഹസനിയെ കുറിച്ച് എന്ത് പറയാറുണ്ട്? ഷാഇറുൻ വദീബൻ മുസ്രിയൻ ബാരിദുൽ ലുഖബി ഷാഇറുൽ അഹ്റാം എന്ന് പറയുന്നുണ്ട്. അൽ-അഹ്റാം പേരെന്താന്ന്? മുഹമ്മദ് അബ്ദുൽ ഗനി ഹസൻ. ഓക്കെ. അബ്ദുൽ അമീർ ഷുഅറ നമ്മൾ പറഞ്ഞു അല്ലെ. അഹ്മദ് ഷൗക്കിയാണ്. ഇത് ഏത് കാലഘട്ടത്തിലെ കവിയാ? അബ്ദുൽ ഗനി അൽ ഹസൻ ആണോ? അതെ അതെ. 907 to 985 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അതുപോലെ അഹ്മദ് റാമി അദ്ദേഹം അറിയപ്പെടാറുണ്ട് ഷാഇറുർ അഷ്ശബാബ് എന്ന പേരിൽ. അങ്ങനെ കുറെ കവികൾ ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടാറുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ പ്രധാനമായി വരുന്ന പേരുകൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് മൻ ഹുവ മഅറൂഫ് റസാഫി. ഷാഇറു തുഫൂലത്ത് ഷാഇറു തുഫൂലത്ത് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സുലൈമാൻ ഇബ്നു ഫാദിൽ അങ്ങനെ എന്തോ അല്ലേ? സുലൈമാൻ അൽ ഐസയാണ് ഷാഇറു തുഫൂല എന്നറിയപ്പെടുന്നത് കേട്ടോ. സുലൈമാൻ അൽ ഐസ. മൻഹുൽ മഅറൂഫ് റസാഫി 1875 ജനിച്ച് 945 മരണപ്പെട്ട കവിയാണ് അദ്ദേഹം. ഷാഇറുൻ കുവൈറ്റിയൻ, ഷാഇറുൻ അൻദലുസിയൻ, ഷാഇറുൻ ലുബ്നാനിയൻ, ഷാഇറുൻ ഇറാഖിയൻ. ആരാണ്? ഇറാഖി പോയിട്ടാണ് ആര്? മഅറൂഫ് റുസാഫി എന്ന് പറയുന്നത് അല്ലെ. ഇറാഖിലെ റുസാഫയിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹത്തെ പറയുന്നു എന്ന് പറയപ്പെടുന്നു. അതല്ല, റുസാഫ എന്ന് പറയുന്ന സത്യത്തിൽ അവിടെ ജീവിച്ച വലിയൊരു സൂഫി വര്യനായ മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ആ പ്രദേശത്തിന് പേര് നൽകിയത് എന്ന് പറയുന്നു. അങ്ങനെ മഅറൂഫ് റുസാഫിയുടെ ഉസ്താദാണ് ഇദ്ദേഹത്തിന് റുസാഫി എന്നുള്ള പേര് നൽകുന്നത്. വലിയ ഭക്തനായി ജീവിച്ച ഒരാൾ കൂടിയാണ് ആര്? മഅറൂഫ് റുസാഫി കേട്ടോ. ഷാഇറുൻ ഇറാഖിയൻ, ഇറാഖി പോയിട്ടാണ് ആര്? മഅറൂഫ് റുസാഫി എന്ന് പറയുന്നത്. ഇനി ഒരു കവിത നോക്കിങ്ങള്. ഇന്ന ലഫി സമനി തുഫൂലത്തി വസ്സദാജത്തി വത്തുഹൂർ നഹ്യ കമാ തഹ്യൽ ബലാബിലു വൽ ജദാബിലു വസ്സുഹൂർ. നമ്മൾ ലഫി സമനി തുഫൂല, കുട്ടിക്കാലത്ത് നമ്മൾ എന്താണ്? വസ്സദാജത്തി വത്തുഹൂർ, വളരെ വൃത്തിയിലും വളരെ ലളിതമായിട്ടും സദാജത്ത് നമ്മൾ എന്താകുന്നത്?
കഴിഞ്ഞുകൂടിയിരുന്നത്. ഏതുപോലെ നഹിയ നമ്മൾ ജീവിച്ചു, കമാ തഹിയൽ ബലാബിൽ വൽ ജദാബിൽ വൽ ജുഹൂർ അല്ലെ, ബുൽബുലുകളും ജദാബിലുകളും പൂക്കളും ഒക്കെ ജുഹൂറുകളൊക്കെ ജീവിക്കുന്നത് പോലെ നല്ല എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ, എല്ലാവർക്കും പ്രിയപ്പെട്ടതായ അവസ്ഥയിലാണ് കുട്ടിക്കാലത്ത് നമ്മൾ കഴിഞ്ഞു പോയത് എന്നാണ് പറയുന്നത്. ഇതാരുടെ കവിതയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബുൽ ഖാസിം അഷ്ശാബി, സുഹൈർ ബിൻ അബി സുൽമ അൽ മുസ്നി, അഹ്മദ് ഷൗഖി. ഇത് ടെക്സ്റ്റ് ബുക്കിലെ കവിതയാണ്. ആരുടേതാണ്? അബുൽ ഖാസിം അഷ്ശാബിയുടേതാണ് അല്ലെ. ഷാഇറുൽ മുഖ്ലറും ഷാഇറുൽ ഖലറ ഷാഇറുൽ ഖലറ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കവിയാണ് ആര്? അബുൽ ഖാസിം അഷ്ശാബി. വളരെ കുറഞ്ഞ കാലത്ത് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ, കേവലം 25 വയസ്സ്. 909 ജനിച്ച് 934 അബുൽ ഖാസിം അഷ്ശാബി മരണപ്പെടുന്നത്. 25 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ 909 ജനിച്ച് 934 അദ്ദേഹം മരണപ്പെടുന്നത്. 25 വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ വളരെ ഇതായിട്ടുള്ള ണ്ട്. പിന്നെ തുണീഷ്യയുടെ ദേശീയ ഗാനമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഭയങ്കരമായുള്ള കുറെ കവിതകളുണ്ട്. ഇത് അറാദ ശഅബു യൗമൻ, എന്താണ്, ഒരു ജനത ജീവിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുമ്പിൽ എന്താണ്, വിധി പോലും പരാജയപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞുള്ള മനോഹരമായ കവിതയുണ്ട്. അദ്ദേഹം ജമാഅത്ത് ഒപ്പോളയുടെ കൂടി ഭാഗമായിരുന്നു. മാഷാ അല്ലാഹ് അല്ലെ. ഇത് അറാദ ശഅബു യൗമൻ യകൂന, പിന്നെ അങ്ങനെ പറഞ്ഞൊരു കവിതയുണ്ട് അദ്ദേഹത്തിന്റെ, വളരെ മനോഹരമായ കവിതയാണ്. അബുൽ ഖാസിം അഷ്ശാബി ഷാഇറുൽ ഖലറ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് അറാദൽ യൗമു, ഇത് അറാദ ശഅബു, ഇത് ശഅബു യൗമൻ അറാദൽ ഹയാത്ത്. മാഷാ അല്ലാഹ് അങ്ങനെയാണ്. ഇത് ശഅബു യൗമൻ അറാദൽ ഹയാത്ത്, ഒരു ജനത ജീവിക്കാൻ തീരുമാനിച്ചാൽ. ഇത് ശഅബു യൗമൻ അറാദൽ ഹയാത്ത്, ഒരു ജനത ജീവിക്കാൻ തീരുമാനിച്ചാൽ, ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ, വിധിക്ക് പോലും അതിന് ഉത്തരം നൽകേണ്ടി വരും, അതിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. എന്നിട്ട് പറയണം, വലാ ബുദ്ദ ലിലൈലിൻ അൻയൻജലി, രാത്രി പോലും എന്താകും, വെളുപ്പാകും, എന്താണ്, നേരം വെളുത്തു പോകും അവരുടെ ആ ദൃഢ തീരുമാനത്തിന് മുമ്പിൽ. വലാ ബുദ്ദ ലിൽ ഖൈദി അൻ യൻകസിർ, ചെങ്ങലക്കെട്ടുകൾ പോലും പൊട്ടിത്തകർന്നു പോകും അവരുടെ ആ ദൃഢമായ തീരുമാനത്തിന് മുമ്പിൽ അദ്ദേഹം പാടുന്നുണ്ട്. ഓക്കെ, മനോഹരമായ ഒരു കവിതയാണ്. ശഅബു യൗമൻ അറാദൽ ഹയാത്ത വലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ വലാ ബുദ്ദ ലിലൈലിൻ അൻ യൻജലി വലാ ബുദ്ദ ലിൽ ഖൈദി അൻ യൻകസിർ എന്ന് അബുൽ ഖാസിം അഷ്ശാബി പാടിയതാണ്. ഇനി നമുക്ക് ഒരു സംശയമില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അല്ലെ. മഹ്മൂദ് ദർവി ഷാഇറുൻ ഇറാഖിയുൻ ഫലസ്തീനിയുൻ സൂരിയൻ മിസ്രിയൻ അല്ലെ. ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ വിമോചന പോരാട്ടത്തെ പ്രമേൽ ലോകത്ത് ചർച്ചയാക്കിയതിൽ ഏറ്റവും വലിയൊരു പങ്ക് ആർക്കും കൂടിയുണ്ട്, മഹ്മൂദ് ദർവീഷിനുണ്ട് എന്നുള്ളതാണ് അല്ലെ. ദർവീഷിന്റെ കവിതകൾ അത്രമേൽ ഉജ്ജ്വലമായി തന്റെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ അഭിവാജ്ഞയെ അദ്ദേഹം അതിൽ എന്തായിട്ടുണ്ട്, വരച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അല്ലെ. ആരാണ്? ഫലസ്തീനി പോയറ്റാണ് ആര്? മഹ്മൂദ് ദർവീഷ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കാം. ഇഖ്റ അത്തസ്ബീഹാത്ത് താലിയ സുമ്മ ഇഖ്തർ അൽ ജവാബ് സ്വഹീഹ്. താഴെയുള്ളത് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക, എന്നിട്ട് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. താഹ ഹുസൈൻ അദീബുൻ ഇറാഖിയുൻ, അഡോണിസ് ഷാഇറുൻ സൂരിയുൻ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദീബുൻ ലുബ്നാനിയുൻ, നിസാർ ഖബ്ബാനി ഷാഇറുൻ മഗ്രിബിയുൻ. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ ജീം, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദീബുൻ ലുബ്നാനി. നമുക്ക് നോക്കാം, കുറെ ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഓപ്ഷൻ എ നോക്കാം. അൽ ജീമു വദ്ദാലു സ്വഹീഹ, അദ്ദാലു വൽ അൽഫ് സ്വഹീഹ, അൽ അലിഫു വൽ ബാഉ സ്വഹീഹ്, അൽ ബാഉ വൽ ജീം സ്വഹീഹ്. ഇതാണ് നമുക്ക് നോക്കാം. താഹ ഹുസൈൻ ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ് അല്ലെ. ഈജിപ്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1889 ജനിച്ച് 973 ത്വാഹ ഹുസൈൻ എന്താവുന്നത്, മരണപ്പെടുന്നത്. അദ്ദേഹം അദീബുൻ മിസ്രിയുൻ, ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. അഡോണിസ് എന്താണ്, സിറിയൻ പോയറ്റാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ അഡോണിസ്. 929 ജനിച്ചത്. സ്റ്റിൽ അലൈവ് അല്ലെ, അലാ ഖൈദിൽ ഹയാത്ത്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഫ്രാൻസിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കവിയാണ് ആര്? അഡോണിസ് എന്ന് പറയുന്നത്. ഓക്കെ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ
എന്താണ്? അദീബുൻ ലുബ്നാനിയാണ്. ലബനാൻ സാഹിത്യകാരൻ തന്നെയാണ് ഒരു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. നിസാർ ഖബ്ബാനി ഷായറുൻ മഗ്രിബിയൻ, തെറ്റാണ്. അദ്ദേഹം എന്താണ്? ഷായറുൻ സൂരിയൻ, സിറിയൻ പോയിട്ടാണ് ഒരു നിസാർ ഖബ്ബാനി എന്ന് പറയുന്നത്. ഓക്കെ, 923 ജനിച്ച് 998 അദ്ദേഹം എന്താവുന്നത്? മരണപ്പെടുന്നത്. നിസാർ ഖബ്ബാനി ഷായറുൻ സൂരിയാണ് അദ്ദേഹം. ഇതിലെന്താണ്? ബ വൽ ജീം എന്താണ്? സ്വഹീഹ അല്ലെ? അഡോണിസ് ഷായറുൻ സൂരി എന്നുള്ളതും ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദീബുൽ ലബ്നാനി എന്നുള്ളതാണ് ശരി. മറ്റു രണ്ടും അലിഫും ദാലും തെറ്റാണ് അല്ലെ? താഹ ഹുസൈൻ അദീബുൻ മിസ്രിയാണ്, നിസാർ ഖബ്ബാനി ഷായറുൻ സൂരിയാണ് എന്നുള്ളത് കാണാൻ കഴിയും. ഇനി അന്നസറുൽ അറബിയൽ ഹദീസാണ്. അൽ ഇസ്ലാം വൻ നസ്രാനിയ, റിസാലത്തു തൗഹീദ്, ഹദാനി കിതാബാനി മിൻ മുഅല്ലഫാത്തി അലി മഹ്മൂദ് ത്വാഹ, റഷീദ് റിള, മുഹമ്മദ് അബ്ദ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രചന കൂടിയാണ് റിസാലത്തു തൗഹീദ് കേട്ടോ. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും, അൽ ഇസ്ലാം വൻ നസ്രാനിയ, റിസാലത്തു തൗഹീദ് വലിയ രീതിയിൽ ചർച്ചയായ ഗ്രന്ഥങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. മുഹമ്മദ് അബ്ദ. മുഹമ്മദ് അബ്ദയുടെ രചനയാണ് അല്ലെ? അൽ ഇസ്ലാം വൻ നസ്രാനിയ, റിസാലത്തു തൗഹീദ് എന്നൊക്കെ പറയുന്ന രചന. എങ്ങനെ? അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ബുക്കിന്? പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിവാദവുമായതുമാണ്, വലിയ രീതിയിൽ ചർച്ചയായ ഗ്രന്ഥമാണ് ഇത്, ഈ റിസാലത്തു തൗഹീദ് എന്ന് പറയുന്നത്. ഓക്കെ, 1849 ജനിച്ച് 905 മുഹമ്മദ് അബ്ദ മരണപ്പെടുന്നത്. അക്കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി കൂടിയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ദ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി കൂടിയായിരുന്നു കേട്ടോ. ആ ഡേറ്റ് ഒന്നുകൂടി പറഞ്ഞു സാറേ. ജനന മരണ ഡേറ്റ് ആണോ? അതെ അതെ. 1849 ജനിച്ച് 905 മുഹമ്മദ് അബ്ദ മരണപ്പെടുന്നത് കേട്ടോ. 1849 to 905 അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രചനകൾ ഇസ്ലാം വൻ നസ്രാനിയ, റിസാലത്തു തൗഹീദ്, അതുപോലെ മഖാമക്കൊക്കെ അദ്ദേഹം ശറഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണങ്ങളും എഴുത്തുകളൊക്കെ സമാഹരിച്ച നഹ്ജുൽ ബലാഗ, അതിനും അദ്ദേഹം എന്തായിട്ടുണ്ട്? ശറഹ് എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാണ്? ഓക്കെ, മുഹമ്മദ് അബ്ദ. നെക്സ്റ്റ്, താരിഖുൽ അദബ് അൽ അറബി ലിമൻ ഹാദൽ കിതാബ്. ആരുടെ രചനയാണ് താരിഖുൽ അദബ് അൽ അറബി? അഹ്മദ് ഹസൻ സിയാദ്, ജോർജി സൈദാൻ, മുസ്തഫ ലത്ഫി അൽ മൻഫലൂത്തി, ഉമർ ഫറൂഖ്. ജോർജ് സൈദാൻ. സത്യത്തിൽ ഇവരൊക്കെ മുസ്തഫ ലത്ഫി മൻഫലൂത്തിയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു 3 ആളുകളും ഉണ്ടായിട്ടുണ്ട് ഈ അറബ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് രചന നിർവഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അഹ്മദ് ഹസൻ സിയാത്തിൻ്റെതാണ് താരിഖുൽ അദബ് അൽ അറബി. ഉമർ ഫറൂഖിന്റെയും താരിഖുൽ അദബ് അൽ അറബി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അറബി സാഹിത്യ ചരിത്രത്തിന്റെ പേര് കേട്ടോ. 2 ആൻസറുകളും ശരിയാവുന്നതാണ്. ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരുള്ളൂ കേട്ടോ. അതായത് അഹ്മദ് ഹസൻ സിയാത്തിന്റെ കിതാബിന്റെ പേരും താരിഖുൽ അദബ് അൽ അറബി എന്നാണ്. ഉമർ ഫറൂഖിന്റെതും താരിഖുൽ അദബ് അൽ അറബി എന്ന് തന്നെയാണ് പേര്. ജുർജി സൈദാന്റേത് താരിഖു ആദാബുൽ ലുഗ അൽ അറബിയ എന്നാണ് അതിന്റെ പേര്. മുസ്തഫ ലത്ഫി മൻഫലൂത്തിയുടെ താരിഖു ആദാബുൽ അറബ് എന്നാണ് പേര് വരുന്നത്. ഓക്കെ, ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും തോന്നുന്നു. 2 ആൻസറും ശരിയാണ്, ചിലപ്പോൾ 2ഉം മാർക്ക് കൊടുത്തേക്കാം എന്നുള്ളതാണ്. صنف علي الجاري ومصطفى أمين كتاب القاموس المحيط، جواهر البلاغة، أسرار البلاغة، بلاغة الواضحة. ഇതൊന്നും നമുക്ക് തെറ്റാൻ പാടില്ലല്ലേ?
നമുക്ക് നോക്കാം. ഖാമുസുൽ മുഹീത്ത് ആരുടേതാണ്? ഫൈറൂസാബാദിയുടെയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഖാമുസുൽ മുഹീത്ത് ഫൈറൂസാബാദിയുടേതാണ്. ജവാഹിറുൽ ബലാഗ സയ്യിദ് അഹ്മദ് അൽ ഹാഷിമിയുടെ രചനയാണ് ജവാഹിറുൽ ബലാഗ എന്ന് പറയുന്നത്. അസ്റാറുൽ ബലാഗ ആരുടേതാണ്? അബ്ദുൽ ഖാദിർ അബ്ദുൽ ജോർജാനി. ഖാഹിർ അൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ് അസ്റാറുൽ ബലാഗ എന്ന് പറയുന്നത് അല്ലെ. അലി അൽ ജാരിമും മുസ്തഫ അമീനും കൂടി ചേർന്ന് എഴുതിയ രചനയാണ് അൽ ബലാഗത്തുൽ വാളിഹ എന്ന് പറയുന്നത് അല്ലെ. അൽ ബലാഗത്തുൽ വാളിഹ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, മൻ അല്ലഫ നഹ്വുൽ വാളിഹ്. നഹ്വുൽ വാളിഹിന്റെ രചയിതാവാര്? നമ്മൾ നഹ്വ് പഠിക്കാൻ വേണ്ടി വളരെ പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു രചനയാണ് അല്ലെ, നഹ്വുൽ വാളിഹ്. മുസ്തഫ സ്വാദിഖ് വാലി അൽ ജാരിം, മുസ്തഫ ലത്ഫി മൻഫലൂത്തി വാലി അൽ ജാരിം, മുസ്തഫ അമീൻ വാലി ജാരിം, മുസ്തഫ സിബായി വാലി ജാരിം. ഇതുമാരുടെ തന്നെയാണ്? മുസ്തഫ അമീൻ ആലി ജാരിം ചേർന്ന് എഴുതിയ രചനയാണ് എന്താണ് അന്നഹുൽ വാലിഹ് എന്ന് പറയുന്നത്. അന്നഹുൽ വാലിഹ് എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ രചനയാണ് കേട്ടോ. ഇനി ഒരു ചോദ്യമാണ്, മൻ ഹുവ മുഅസ്സിസു അവ്വലു മസ്റഫിൻ ഇസ്ലാമിൻ ഫി സഊദിയ. സൗദിയിൽ ആദ്യമായി ഇസ്ലാമിക് ബാങ്ക് സ്ഥാപിച്ചതാര് എന്നുള്ളതാണ്. അഷ്ശൈഖ് ബിൻ ബാസ്, അഷ്ശൈഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ റാജിഹി, അഷ്ശൈഖ് സ്വാലിഹ് ഫൗസാൻ, അഷ്ശൈഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. ബി, ഓപ്ഷൻ ബി, ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ-റാജി. ഇതിൽ പറയപ്പെട്ട മറ്റു ആളുകളൊക്കെ വളരെ പ്രശസ്തരാണ്, വലിയ പണ്ഡിതന്മാരാണ്, ലോകത്ത് അറിയപ്പെട്ട ആളുകളാണ്. ഇബ്നു ബാസ് ആവട്ടെ, അതുപോലെ സ്വാലിഹ് ഫൗസാൻ, സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ്, ഇവരൊക്കെ ലോകം ചർച്ച ചെയ്യപ്പെട്ട എഴുത്തുകാരൊക്കെയാണ് കേട്ടോ. ആരാണ്? സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് ഇപ്പൊ പറഞ്ഞ ആളെ ഫാദർ അല്ലേ? ആരുടെ? അതായത് ഇതിൽ ആൻസർ വന്നല്ലോ, സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് റാജി. അതിന്റെ ഫാദർ ആണെന്നാ തോന്നുന്നത്, സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ്. ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ-റാജിഹി ആണ് ആദ്യമായിട്ട് സൗദിയിലെ അല്ലെ ഇസ്ലാമിക് ബാങ്ക് സ്ഥാപിച്ചത്. ഇത് സെയിം ക്വസ്റ്റ്യൻ എവിടെയും കാറ്റഗറി 3യിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അവിടെയും കാണാൻ കഴിയും കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയുള്ള, നമ്മളതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിന്റ് അപ്പ് ചെയ്യാം കേട്ടോ. മദാരിസുൻ നഖ്ദുൽ അദബിയുമായിട്ടാണ്. ഇഖ്തർ അത്ത്-തസ്രീഹ് അസ്-സ്വഹീഹ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. الرابطة القلمية هي رابطة أنشئت بمصر. مؤسس جماعة أبولو هو ميشيل معلوف. عباس محمود اللقاد هو من مؤسسي مدرسة الديوان. أسس أحمد زكي أبو شادي العصبة الأندلسية. ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. മുമ്പൊക്കെ ഡയറക്റ്റ് ചോദിച്ചിരുന്നു, അതായത് ഇത് തമ്മിൽ ഓരോ സ്കൂൾ ഓഫ് തോട്ടും സ്ഥാപിച്ചതും അതിന്റെ സ്ഥാപകരും പിന്നെ തന്നിട്ട് യോജിപ്പിക്കാനൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തരുന്നുള്ളൂ, ഒന്നല്ല, ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെറിയൊരു വേരിയേഷൻ വരുത്തിയെന്ന് മാത്രം അല്ലേ. ഇതിലേതാണ് നമുക്ക് നോക്കാം. റാബിത്ത അൽ കലമിയ അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ് സ്ഥാപിക്കുന്നത്. 1920 ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് റാബിത്ത അൽ കലമിയ എന്ന് പറയുന്നത് അല്ലെ. ഇനി ജമാഅത്ത് അപ്പോളോ, അതിന്റെ സ്ഥാപകൻ ആരാണ്? അഹമ്മദ് സക്കി അബു ഷാദിയാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അഹമ്മദ് ഷോക്കയായിരുന്നു. അതിന്റെ സ്ഥാപകൻ ആരാണ്? മുഅസ്സിസ് ആരാണ്? അഹമ്മദ് സക്കി അബു ഷാദിയുടെ നേതൃത്വത്തിൽ 1932 ജമാഅത്ത് അപ്പോളോ സ്ഥാപിതമാവുന്നത്. അത് ഈജിപ്തിലാണ് സ്ഥാപിതമാവുന്നത്. ഓക്കെ. പിന്നെ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് മുഅസ്സിസൈ മദ്രസത്തുൽ ദീവാൻ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 1921 അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിന്റെ നേതൃത്വത്തിലാണ് എന്താവുന്നത്? മദ്രസത്തുൽ ദീവാൻ എന്താവുന്നത്? സ്ഥാപിതമാക്കുന്നത്. പിന്നെ അഹമ്മദ് സക്കി അബു ഷാദി അൽ അസ്ബത്തുൽ അൻദുലുസിയ എന്നുള്ളത് തെറ്റാണ് അല്ലെ. അസ്ബത്തുൽ അൻദുലുസിയ 1933 ബ്രസീലിലാണ് അത് സ്ഥാപിതമാകുന്നത്. മീഷാൽ മാലൂഫാണ് അതിന്റെ മുഅസ്സിസ്. മദ്രസത്തുൽ അസ്ബത്തുൽ അൻദുലുസിയുടെ മുഅസ്സിസ് ആരാണ്? മീഷാൽ മാലൂഫാണ് എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊടുത്താണ് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് മദ്രസത്തുൽ ദീവാനിന്റെ മുഅസ്സിസ് ആണ് എന്നുള്ളതാണ് ശരിയായത്. അർജന്റീന ഏത് അത് സ്ഥലം വരുന്ന അർജന്റീനയാണോ? മദ്രസത്തുൽ ദീവാനാണോ? അല്ല, മിസ്റാണ്, ഈജിപ്താണ്.
ഓക്കെ, ഇനി ഇന്തോ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇന്തോ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് കൂടി കാണാൻ കഴിയും അല്ലെ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ കിതാബുൻ അല്ലഫഹു അദ്ദക്തൂർ മുഹ്യിദ്ദീൻ അൽവായി അസ്സയ്യിദ് റഷീദ് റിള അബുൽ ഹസൻ അലി അൻ-നദ്വി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. അറബ് ലോകത്തടക്കം വിഖ്യാതമായ രചനയാണ്. അതുപോലെ രചന അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ വിരചിതമായിട്ടില്ല എന്നുവരെ പണ്ഡിത ലോകം വിലയിരുത്തിയ മഹത്തായ ഗ്രന്ഥമാണിത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്നത് അല്ലെ. ആരുടേതാണ്? ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നോക്ക്, മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ, ഇതിന്റെ രചയിതാവാര് ദക്തൂർ മുഹ്യിദ്ദീൻ അൽവായി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ ഹയ്യ് അൽ ഹസനി അൻ-നദ്വി, അബുൽ ഹസൻ അലി അൻ-നദ്വി. ഓപ്ഷൻ സി അല്ലേ? അല്ല, ഓപ്ഷൻ ഡി അബുൽ ഹസൻ അലി നദ്വി. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഓറിയന്റലിസ്റ്റുകൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടനിൽ ഒരു പുസ്തകത്തിന് നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നെങ്കിൽ ആ ലിസ്റ്റിൽ 1-ാം നമ്പറായി ഇടം പിടിക്കുന്ന ഒരു പുസ്തകമായിരിക്കും മാദാ ഖസ്റൽ ആലം മിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. യൂറോപ്പിന് ഏറ്റ തലക്കടിയാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. അത് യൂറോപ്പിന്റെ പൊള്ളത്തരങ്ങളും അവർ മുന്നോട്ട് വെച്ച ആശയ വിധികളുടെ പിന്നെ അർത്ഥശൂന്യതയൊക്കെ വരച്ചു കാട്ടുന്ന, ഇസ്ലാമിന്റെ അജയ്യതയെ സ്ഥാപിക്കുന്ന മഹത്തായ രചനയാണ് മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. അബുൽ ഹസൻ അലി അൻ-നദ്വിയുടെ രചനയാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഖ്യാതി നേടിക്കൊടുത്ത, ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തിന് പ്രശസ്തി ലഭിക്കുകയും നേടിക്കൊടുക്കുകയും ചെയ്ത രചനയാണിത് മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. അല്ലെ, മുസ്ലിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് ലോകത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്ന പേരിൽ റഹ്മാൻ മുന്നൂർ പിന്നീട് ഇത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഓക്കെ, മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. അതുപോലെ റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം കിതാബുൻ മഷ്ഹൂറുൻ കതബഹു അബുൽ ഹസൻ അലി അൻ-നദ്വി ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദക്തൂർ മുഹ്യിദ്ദീൻ അൽവായി ഗുലാം അഹ്മദ് ബൽഗ്റാമി. ഇസ്ലാമിലെ നവോത്ഥാന നായകന്മാർ എന്ന പേരിൽ ഈ പുസ്തകത്തിന്റെയും ട്രാൻസ്ലേഷൻ മലയാളത്തിൽ അവൈലബിൾ ആണ് കേട്ടോ, 3 വാള്യങ്ങളിലായിട്ട്. മാദാ ഖസ്റൽ ആലം അത് നമുക്ക് സബ്ജക്ട് എന്താ ചോദിക്കുമ്പോ എന്താ എഴുതുക? അത് അങ്ങനെ 3 ചോദിക്കാറില്ല. അത് ഈ ഇസ്ലാമിന്റെ അതിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. അതായത് മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു, മുസ്ലിങ്ങൾ ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിനുണ്ടായ മാറ്റങ്ങൾ എന്ത്, ആ നേതൃത്വത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ലോകത്തിന് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നൊക്കെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇസ്ലാമിന്റെ ഒരു അജയ്യത സ്ഥാപിക്കുന്ന രചനയാണ് കേട്ടോ. ഓക്കെ, റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം എന്ന് പറയുന്നതും അബുൽ ഹസൻ അലി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ രചനയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനയാണ്. അദ്ദേഹത്തിന്റെ ലെക്ചറുകൾ, പ്രഭാഷണങ്ങൾ സമാഹരിച്ച് പുസ്തകമാക്കിയതാണ്. ഇത് മലയാളത്തിൽ അവൈലബിൾ ആണ് കേട്ടോ, ഇസ്ലാമിലെ നവോത്ഥാന നായകന്മാർ എന്ന പേര്. ഓക്കെ, നെക്സ്റ്റ് ജാമിഅത്തുൻ അസ്സസഹ CH മുഹമ്മദ് കോയ. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ ക്ലാസ്സിൽ. ജാമിയ മഹാത്മാഗാന്ധി ദി കോട്ടയം, ജാമിയ സംസ്കൃതിയ പാലക്കാട് അല്ലേ, ജാമിയ മലൈബാർ ബി തിരൂർ, ജാമിഅത്ത് കൊച്ചിൻ ലിൽ ഉലൂം വ ടെക്നോളജിയ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, കൊച്ചിൻ അല്ലെ, കുസാറ്റ് ജാമിയ കൊച്ചിൻ ലിൽ ഉലൂം വ ടെക്നോളജിയ എന്നുള്ളതാണ് CH മുഹമ്മദ് കോയ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കാറ്റഗറി 3 and 4 വന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ പൊതുവായി കടന്നു പോയി നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഡീപ്പായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അല്ലെ, വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. 1-2 തവണ റിവിഷൻ നടത്തിയ, പലപ്പോഴും ഞാനിപ്പോ എക്സാം നടത്തി പലരുമായി എക്സാം എഴുതിയ പലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, എവിടെയൊക്കെ കേട്ട് പോയിട്ടുണ്ട്, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളിടത്ത് കൺഫ്യൂഷനിലേക്ക് എത്തി പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രശ്നം റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ 1, 2, 3 തവണക്കൊന്ന് റിവിഷൻ നടത്തിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് പോയതാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള ഡിസ്കഷൻ ഉണ്ടാകും. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിവിധ വിഷയങ്ങൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുക. അതിലൂടെ നിങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക.
അല്ലാഹു യുബാരിക് ഫീക്കും. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും വഫീക്കും ബിദ്ദുആ. ജസാകുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.